വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മലപ്പുറം വളാഞ്ചേരിയിൽ നല്ല മഴ എന്ന് പറയുന്നുണ്ട്, വടകര ഓർക്കാട്ടേരി നല്ല മഴ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മഴയുണ്ട് കേട്ടോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് രംഗത്ത്. പാലക്കാട് കാർഷിക ജില്ലയാണെന്നും മണ്ഡലത്തിൽ നിന്നുള്ള കർഷകൻ മത്സരിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് കർഷക കോൺഗ്രസ് KPCC നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി പാലക്കാട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കർഷക കോൺഗ്രസ് സീരിയസ് ആയി പറയുന്നതാണോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അവർ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ UDF വലിയ സാധ്യതയുള്ള ഒരു സീറ്റ് എന്നുള്ള നിലയ്ക്ക് കൂടി ഒരുപാട് ആളുകൾ ഇവിടേക്ക് കുപ്പായം തുന്നി തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മാറുമ്പോൾ ഷാഫി പറമ്പിൽ വെച്ച ഉപാധി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ രാഹുലിന്റെ വരവിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിൽ നിന്നാണ് ജില്ലയിൽ നിന്നുള്ള ഒരാൾ തന്നെ നിലവിലത്തെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള എ തങ്കപ്പൻ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. കർഷക കോൺഗ്രസ് ആണ് ഇത്തരത്തിലുള്ള ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു കാർഷിക ജില്ലയാണ് പാലക്കാട്. നിരവധി കർഷകർ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി നിയമസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ഒരു കർഷക പക്ഷത്ത് നിന്നുള്ള ആൾ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതാണ്. ജില്ലയിൽ നിന്നുള്ള ആൾ തന്നെ വേണമെന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും അനുയോജ്യൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ തങ്കപ്പനാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അത് ഇന്നലെ ചേർന്ന യോഗത്തിൽ അവർ ആ ആവശ്യം പരസ്യമായി അറിയിക്കുകയും KPCC പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ നിന്നുള്ള ആളെ പരിഗണിക്കുകയാണെങ്കിൽ അത് എ തങ്കപ്പനാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും ഇപ്പോൾ 3 പേരുകളാണ് പ്രധാനമായും നേതൃത്വത്തിന് മുന്നിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഡോക്ടർ P സരീൻ, അതോടൊപ്പം തന്നെ VT ബൽറാം. അതിനൊപ്പമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് എ തങ്കപ്പന്റെ പേര് കൂടി ഉയർന്നു വരുന്നത്. എന്തായാലും പാലക്കാട് മത്സരം കടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് AV ഗോപിനാഥ്, നേരത്തെ ഇടഞ്ഞു നിന്ന DCC പ്രസിഡന്റ്, മുൻ MLA, ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു, അദ്ദേഹം അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സന്നദ്ധമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലൊരു മത്സരം, BJPക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പോരാട്ടം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇനി ഏതാനും നാളുകൾ കൂടി മാത്രമേ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു പല പാർട്ടികളും. ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി ഉണ്ടാകും. അതോടുകൂടി ഈ വീറും വാശിയും ഒക്കെ അല്പം കൂടി ശക്തമാവുകയും ചെയ്യും. ഹാഷ്മി സ്മിത. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.